എനിക്ക് ഷെയ്ഖുനാനെ പറ്റി മടവൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അവസാന കാലം വന്നപ്പോൾ മൂപ്പര് നിസ്കരിച്ചാലുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം. അപ്പം ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തിൽക്കൊന്നും പോവില്ല. കാരണം ഔലിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല. ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല, ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഷെയ്ഖിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു അസറിൻ്റെ സമയമാണത്. ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, കുറച്ചവനെ മൂപ്പര് നിസ്കരിക്കലില്ലല്ലോ. അത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുന്നതാണത്. പക്ഷെ എങ്ങനെ മലർന്ന് കിടക്കണ മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നി കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അവിടെ ഇരുന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കും, ചിരിക്കും. പിന്നെ തല താത്തും, പിന്നെ എൻ്റെ മുഖത്ത് നോക്കും, ചിരിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൽ ഈ തോന്നിയത് ആ കാരണം കൊണ്ടാണ് ഈ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വേഗം പറഞ്ഞു, എനിക്ക് സൂഹ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് നിങ്ങൾക്ക് സൂഹ് തന്നെ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും, സാരമില്ലാണ്. ഇത് തീർന്ന മൂപ്പരവിടെ കടക്കുകയും ചെയ്തു. പിന്നെ ഈ വയനാട്ടിൽ കൂടി തന്നെ മൂപ്പര് നടക്കാറുണ്ടായിരുന്നു പല അവസരങ്ങളും. നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നിങ്ങനെ നല്ല ഒരു ഇതാണ്. പിന്നെ 2 കയ്യിൽ വാച്ച് ഉണ്ടാവും, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കും, പിന്നെ ഷേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും, ഒരു തൊപ്പിയിടും. ഇങ്ങനെ ഒരു ഹാലിലാണെന്നൊക്കെ ഞാൻ കാണുമ്പോൾ ഒക്കെ. അപ്പോൾ അത് പിന്നെ ഉണ്ടായതാണ്. ഞാൻ അവസാനം കണ്ട കാഴ്ച കടത്തത്തിലാണ്. ആ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഇങ്ങനത്തെ സംസാരം. ഇവിടെ നമ്മുടെ വട്ടത്തൂര് അലി ഉസ്താദിനെ കുറിച്ച് കേൾക്കലും അറിയലും ഒരുപാട് ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉസ്താദ് CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് പലതവണ കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ്. നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു തന്നിരുന്നു. ആ നിലക്ക് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ വിളിക്കുകയും ഉസ്താദ് സമയം തന്ന് ഇവിടെ എത്തി. ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ പരിപാടികളിലൂടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇപ്പോൾ ഉള്ളത് മാനന്തവാടിയിൽ മാനന്തവാടിയല്ല, സുൽത്താൻ ബത്തേരിയിൽ കോളിയാടി സ്ഥാപനത്തിന്റെ പേര് മഹദറത്തുൽ റബ്ബാനിയ ഇസ്ലാമിക് സെന്റർ. മഹദറത്തുൽ റബ്ബാനിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഉസ്താദ് ഉള്ളത്. ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ഇവിടെ കുറേ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദുമായി കാണാനും ബന്ധപ്പെടുന്നൊക്കെ ഇവിടെ ഉസ്താദിനെ കാണാം. ഏതായാലും കാഫിലയിലൂടെ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ മടവൂർ ഷെയ്ഖുനായുടെ അനുഭവങ്ങളാണ് ഉസ്താദ് പങ്കുവെക്കുന്നത്.